അപ്പോൾ നമുക്ക് നോക്കാം. BP ലിമിറ്റഡ് ഇഷ്യൂഡ് 60,000 12% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ച് പോകേണ്ടത് എന്താണ്, ഇവിടുത്തെ ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് 12. ഓക്കെ, ഓഫ് 100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 5 ഈച്ച്. എന്താണ് പറഞ്ഞത്, ഇഷ്യൂ ചെയ്തതാണ്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എത്രയെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 100ൻ്റെ അറ്റ് എ പ്രീമിയം ഓഫ് 5 ഈച്ച് എന്നാണ് പറഞ്ഞത്. അതായത് 105 രൂപക്കാണ് അപ്പോൾ ഇഷ്യൂ ചെയ്തത്. ഇഷ്യൂ പ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവണം. ഓക്കെ അല്ലേ? എന്നിട്ട് റെഡീമബിൾ ആഫ്റ്റർ 10 ഇയേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10 ഈച്ച്. അപ്പം റെഡീം ചെയ്യുന്നത് എന്താണ്, ആഫ്റ്റർ 10 ഇയേഴ്സ് ആണ്, പ്രീമിയത്തിനാണ് എന്ത് ചെയ്യുന്നത്, റെഡീം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി എന്ത്, റിഡംഷൻ പ്രൈസ് നമുക്ക് കിട്ടി എന്താണ്, 100ലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 10 ആഡ് ചെയ്യുന്നു, 110 കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഈച്ച് ഷെയർസ് ഈസ് 3. അപ്പം ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ ഇന്ന് കുറക്കണം, ഇഷ്യൂ പ്രൈസിൽ നിന്ന് കുറക്കണം. ഇപ്പം നമ്മൾ ഇഷ്യൂ പ്രൈസ് കണ്ടെത്തിയത് എത്രയാണ്, 100 + 5 105 ആണ്. അതിന് നമ്മൾ 3 കുറച്ചിട്ട് വേണം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, you are required to calculate cost of preference share capital ignoring dividend tax. ഡിവിഡൻഡ് ടാക്സ് എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കി തരാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാണ് ഇഷ്യൂ പ്രൈസ് 100 അറ്റ് എ പ്രീമിയം ഓഫ് 5 എന്ന്. അപ്പോൾ നമുക്ക് 100 not 5 കിട്ടി. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് കുറക്കണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറക്കണ്ടേ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണ് പറഞ്ഞത്, 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് 3 കുറക്കണം. അപ്പോൾ നമുക്ക് 100 not 2 കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിഡംഷൻ പ്രൈസ് പറഞ്ഞത് എന്താണ്, 10 ഇയേഴ്സിന് ശേഷം അറ്റ് എ പ്രീമിയം ഓഫ് 10 ഈച്ച് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ റിഡംഷൻ പ്രൈസ് 100 ആയിട്ട് അസ്യൂം ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, 10 റുപ്പി പ്രീമിയത്തിനാണ് ഈ ഇവർ റെഡീം ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി, 110 എന്ന് കിട്ടി റിഡംഷൻ പ്രൈസ്. പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് കൂടെ പറഞ്ഞത് 10 ഇയേഴ്സ് ആണെന്ന്. പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്താണുള്ളത്, ഓക്കെ ഇതന്നെ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഡയറക്റ്റ് അപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ഇക്വേഷനും നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചെയ്തത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ, ഡയറക്റ്റ് അപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഡിവിഡൻഡ് നമുക്ക് ക്വസ്റ്റിൽ ഡയറക്റ്റ് തന്നു, നമ്മൾ 12 എടുത്തു. പിന്നെ റിഡംഷൻ പ്രൈസ് 110, ഇഷ്യൂ പ്രൈസ് 102 ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഹോൾ ഡിവൈഡ് ബൈ അതിൻ്റെ ആവറേജ് എടുത്തു ഇൻറ്റു 100. ഇനി നമ്മൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ഓരോന്നും അതിൻ്റെ ഇത് മാത്രം ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ മുകളിൽ എഴുതാം, ഇത് മാത്രം ചെയ്ത ശേഷം അതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ചെയ്ത് പോകാൻ കഴിയും. മറ്റേ അവിടെ കിടന്ന് നിങ്ങൾ എന്ത് ചെയ്ത് കൺഫ്യൂഷൻ അടിക്കരുത്. എന്നിട്ട് 12 + 0.8 ബൈ 100 not 6 ചെയ്യാം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 12.075 എന്ന് കിട്ടും. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 12.08% എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനിയില്ലേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കൺസെപ്റ്റ് അറിയണം. എന്താണ് ഡിവിഡൻഡ് ടാക്സ്? ഡിവിഡൻറ്റിന് മുകളിൽ കൊടുക്കുന്ന ടാക്സിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയാം. അപ്പം ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം നമുക്ക്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിവിഡൻഡ് ടാക്സ്. ഓക്കെ അല്ലേ? നമുക്ക് ടാക്സ് ഓൺ ഡിവിഡൻഡ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ആഡ് സർചാർജുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സ് ഓൺ ടാക്സ്. ഓക്കെ അല്ലേ? ടാക്സിൻ്റെ മുകളിൽ ടാക്സ് വരുന്നതിന് നമ്മൾ ഇൻകം ടാക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, സർചാർജ് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ എഡ്യൂക്കേഷൻ സെസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്തിട്ട് ആ ഒരു ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡിവിഡൻഡ് ടാക്സ് ആയിട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. വൈ Company Limited issued 10,000 12% preference shares of 100 each at a premium of 10%. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇഷ്യൂ പ്രൈസ് ആണ് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചതിന് ശേഷം പറഞ്ഞുതരാം. ബട്ട് റെഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 20%. അപ്പോൾ നമ്മൾ റിഡംഷൻ പ്രൈസ് കണ്ടെത്തണം. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് 110 ആണ് ഇഷ്യൂ പ്രൈസ്, റെഡീം ചെയ്യുന്നത് 120 ഓക്കെ അല്ലേ? ആഫ്റ്റർ 5 ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് 5 ആണ്. ദ കമ്പനി പേയ്സ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഇതാണ് എന്ത്, നമ്മളെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 5%. ഇഫ് ടാക്സ് ഓൺ ഡിവിഡൻഡ് ഈസ് 12.5%, സർചാർജ് ഈസ് 2.5%, എഡ്യൂക്കേഷൻ സെസ് ഈസ് 3%, കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ടാക്സ് ഓൺ ഡിവിഡൻഡ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് സർചാർജും എഡ്യൂക്കേഷൻ സെസ്സും ആഡ് ചെയ്യണം. ഞാൻ നേരത്തെ നമ്മൾ ഇവിടെ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് സൊല്യൂഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നതൊക്കെ നമ്മൾ എഴുതെടുക്കുക. ഡിവിഡൻഡ് നമുക്ക് തന്നത് 12 ആണെന്ന്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്, ഇഷ്യൂ പ്രൈസ് നമുക്കറിയാം
പ്രീമിയം 10% പ്രീമിയത്തിനാണ്. അപ്പോൾ നമുക്ക് 110 കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5%, അതായത് 5 കുറക്കുക. അപ്പോൾ നമുക്ക് 105 എന്ന് കിട്ടും. പിന്നെ റിഡംഷൻ പ്രൈസ് എത്രയാണ് പറഞ്ഞത്, പ്രീമിയം 20% പ്രീമിയത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 120 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ആരെയാണ്, ഡിവിഡൻറ്റ് ടാക്സിനെയാണ്. അപ്പോൾ നമുക്ക് ഡിവിഡൻറ്റ് ടാക്സ് കാണാൻ നോക്കാം. നമുക്ക് ടാക്സ് ഓൺ ഡിവിഡൻറ്റ് എത്രയാണ് തന്നത്, 12.5. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ സർചാർജ് അറ്റ് 2.5% ആഡ് ചെയ്യണം. അതായത് 12.5 × 2.5% നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.3125. ഇതിൻ്റെ സം ഉണ്ടല്ലോ, ആ സമ്മിൻ്റെ കൂടെയാണ് ആരെ ആഡ് ചെയ്യേണ്ടത്, നമ്മൾ എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുക. നമുക്ക് നോക്കല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മായിട്ട് 12.8125 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മൾ ഇനി 3% എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 0.384 അങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ. അത് നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാ റൗണ്ട് ചെയ്തിട്ട്, അതായത് ഇവിടെ 384 ഈ 7 ആയതുകൊണ്ട് എബോവ് 5 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റൗണ്ട് ചെയ്ത് 3844 എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓവറാൾ ടോട്ടൽ ചെയ്ത് എത്ര കിട്ടും നോക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, 13.19 എന്ന് കിട്ടും. 13.19 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇതാണ് നമ്മളെ ഡിവിഡൻറ്റ് ടാക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കാണാം, KP കാണാം. ഓക്കെ, നമുക്ക് ഡിവിഡൻറ്റ് ടാക്സ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡിവിഡൻറ്റ് ടാക്സ് നമുക്ക് എത്ര കിട്ടിയത്, 13.19 ആണ്. 19% പെർസെൻറ്റേജിന് നമുക്ക് ഡിവൈഡ് ബൈ 100 ചെയ്താൽ നമുക്ക് 0.1319 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് KP കാണാം. ഓക്കെ, ഡിവിഡൻറ്റ് ടാക്സ് വരുന്ന സമയത്ത് നമുക്ക് അതും കൂടെ ഒരു കോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഡിവിഡൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1+ ഡിവിഡൻറ്റ് ടാക്സ് എന്നും കൂടെ ഒരു അഡീഷണൽ ഈക്വേഷനിൽ വരും. വേറൊക്കെ സെയിം ആണ്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ഓരോന്ന് അപ്ലൈ ചെയ്യാം. ഡിവിഡൻറ്റ് 12 ആണ്, പ്ലസ് 1 + 0.1319 പ്ലസ് റിഡംഷൻ പ്രൈസ് 120 മൈനസ് ഇഷ്യൂ പ്രൈസ് 105 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് 5 whole divided by 120 plus 105 by 2 into 100. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ ആൻസർ ആവും. സോറി, ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ ആഡ് അല്ല ഇട്ട് വരിക. ഞാൻ ഇവിടെ ഇട്ട സമയത്ത് അറിയാതായി പോയതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, 1+ ടാക്സ് ചെയ്യുന്നത് ഇതൊരു കോസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1+ നമ്മൾ എന്ത് ചെയ്ത് ഡിവിഡൻറ്റ് ടാക്സ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ എക്സ്ട്രാ ഒരു അഡീഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് കറക്ഷൻ നടത്തിയതാണ്. എഗെയിൻ 1 more കറക്ഷൻ ഉണ്ട്. സോറി കേട്ടോ, ഇവിടെ ഞാൻ പെർസെൻറ്റേജ് ഇടാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് 110 നിന്ന് 5% ആക്കുമ്പം 104.5 ആണ് കിട്ടുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ആൻസർ ശരിയാക്കും. ഇവിടെ പെർസെൻറ്റേജ് ഇടാൻ മറക്കരുത് കേട്ടോ, അതാണ് ഇപ്പോൾ എൻ്റെ വെട്ടിയ മിസ്റ്റേക്ക്. അപ്പോൾ ഫൈനലി നമ്മൾ ആൻസർ എന്ത് വരും, 14.8% എന്ന് വരും. ഇനി ടെക്സ്റ്റിലെ ആൻസറായിട്ട് ചെറിയ എന്തെങ്കിലും പോയിൻറ്റിൻ്റെ വ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ റൗണ്ട് ചെയ്തെടുത്തുള്ള എന്തോ മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് KPയുടെ പ്രോബ്ലംസ് ചെയ്യാം.